പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ വീണ്ടും വിൽക്കാൻ ശ്രമിച്ച സംഘത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ ഓഖ്ലയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടെ 20 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു. സ്ഥലത്ത് ബാലവേല ചെയ്യുന്നുണ്ടെന്നാരോപിച്ച് ലഭിച്ച പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. എന്നാൽ പരിശോധനകളിൽ പ്രായപൂർത്തിയാകാത്തവരെ ആരെയും കണ്ടെത്താനായില്ല. മറിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ എക്സ്പയറി ഡേറ്റ് മാറ്റി വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. കാലാവധി തീരാറായതും കഴിഞ്ഞതുമായ വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടുകയാണ് സംഘം ആദ്യം ചെയ്യുന്നത്. തുടർന്ന് കെമിക്കൽ തിന്നറുകൾ ഉപയോഗിച്ച് ഇവയുടെ മുകളിലുള്ള യഥാർത്ഥ നിർമ്മാണ രീതിയും എക്സ്പയറി ഡേറ്റും പൂർണ്ണമായി മായ്ച്ചു കളയും. ഇതിനുശേഷം ഫാക്ടറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന അത്യാധുനിക പ്രിന്റിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പുതിയ മാനുഫാക്ചറിംഗ് എക്സ്പയറി തീയതികളും വ്യാജ ബാർകോഡുകളും MRPയും പുതിയ സ്റ്റിക്കറുകളുമായി ഇതിൽ പതിപ്പിക്കുകയാണ് ഇവരുടെ രീതി. മാഗി, ഹോർലിക്സ്, ബോൺവിറ്റ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഫാക്ടറിയിൽ നിന്നും കണ്ടെത്തി. സംഭവത്തിൽ ഫാക്ടറി ഉടമ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിയമപ്രകാരം നശിപ്പിച്ചു കളയേണ്ട ഉൽപ്പന്നങ്ങളാണ് ജനങ്ങളുടെ ആരോഗ്യത്തിന് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ റീപാക്ക് ചെയ്ത് വിപണിയിലെത്തിച്ചിരുന്നത്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഹോർലിക്സ്, മാഗി പോലുള്ള സാധനങ്ങൾ പിടിച്ചെടുത്ത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. एक्सपायरी डेट्स को चेंज किया जा रहा है, MRP को भी बदल दिया जा रहा है. एक कोल्ड ड्रिंक के ऊपर एक्सपायरी डेट मान लीजिए जनवरी की, हमने जिस प्रोडक्ट पे देखा उस पर जनवरी 2027 की थी. उन्होंने उसको थिनर से मिटा के उस पर नया लेबल लगाया. नए लेबल ने एक्सपायरी डेट सेप्टेम्बर 2027 की कर दी. പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് അയച്ചു. നിലവിൽ പിടിച്ചെടുത്ത 7 പേരെ കൂടാതെ റാക്കറ്റിൽ ഇനിയും ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.